പാബ്ലോയുടെ വിധി മാറ്റി എഴുതിയത് 1970കളുടെ മധ്യത്തിലാണ്. അതുവരെ കൊളംബിയയിൽ ആരും വലിയ കാര്യമായി ശ്രദ്ധിക്കാതിരുന്ന ഒരു വെള്ളപ്പൊടി, കൊക്കൈൻ. കൊക്കയുടെ പ്രധാന കർഷകരായ പെറു, ഇക്വഡോർ, ബൊളീവിയ എന്നിവയുമായുള്ള കൊളംബിയയുടെ സാമീപ്യം പാബ്ലോ മുതലെടുത്തു. അമേരിക്കയിൽ കൊക്കൈന്റെ ആവശ്യം കൂടി വരുന്ന കാലം. പാബ്ലോ അത് തിരിച്ചറിഞ്ഞു. കാറുകൾ മോഷ്ടിക്കുന്നതിനേക്കാളും ലാഭം ഈ പൊടി വിൽക്കുന്നതിലാണെന്ന്. അങ്ങനെ 1970കളുടെ പകുതിയോടെ പിന്നീട് ലോകം കണ്ട ഏറ്റവും വലിയ കുറ്റകൃത്യ സംഘടനയായി മാറിയ മെഡലിൻ കാർട്ടൽ രൂപീകരിക്കാൻ പാബ്ലോ സഹായിച്ചു. ഈ സാമ്രാജ്യത്തിൽ പാബ്ലോ ഒറ്റയ്ക്കല്ലായിരുന്നു. ഒച്ചോവ സഹോദരന്മാരായ ജുവാൻ ഡേവിഡ്, ജോർജ് ലൂയിസ്, ഫാബിയോ എന്നിവരും പാബ്ലോയുടെ പങ്കാളികളായിരുന്നു. എങ്കിലും കൊക്കൈൻ ഉൽപാദനം, ഗതാഗതം, വിൽപ്പന എന്നിവയിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച ആ സംഘടനയുടെ അനിശ്ചിതനായ തലവൻ പാബ്ലോ എസ്കോബർ തന്നെയായിരുന്നു. ആദ്യമൊക്കെ ചെറിയ വിമാനങ്ങളുടെ ടയറുകൾക്കുള്ളിൽ ഒളിപ്പിച്ചായിരുന്നു കടത്ത്. എന്നാൽ പാബ്ലോയുടെ ബുദ്ധി അതിൽ ഒതുങ്ങിയില്ല. പിന്നീട് സ്വന്തമായി വിമാനങ്ങൾ വാങ്ങി, എന്തിന് അന്തർവാഹിനികൾ വരെ ഉപയോഗിച്ച് ടൺ കണക്കിന് മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് ഒഴുക്കി.